അഷ്ടസർപ്പദേവന്മാരിൽ ഒന്നാമനായ ശ്രീ അനന്ത ഭഗവാനെ നാഗരാജാവായി ആരാധിച്ചു പോരുന്ന അനന്തൻകാട് ശ്രീ നാഗരാജ ക്ഷേത്രം. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വിഷ്ണുഭക്തനും മഹാമുനിയുമായ വില്വമംഗലം സ്വാമിയാർക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ നൽകിയ സ്വർഗീയ ദർശനത്തിന്റെ ഫലമാണ് ഈ ക്ഷേത്രം. വില്വമംഗലത്തിന് പറ്റിയ ഒരു ചെറിയ തെറ്റിൽ നിന്നാണ് അനന്തൻകാട് എന്ന നിബിഡ വനത്തിലേക്ക് ആനയിക്കപ്പെട്ടതെങ്കിലും തൻ്റെ സഹായിയായി സ്വയം സമർപ്പിതനായ ഒരു കൊച്ചുകുട്ടിയുടെ കഥയുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിൻ്റെ ഐതിഹ്യം പറയപ്പെടുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്ഭവസ്ഥാനമായും ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. തിരുവിതാംകൂർ മഹാരാജാവ് ഈ പ്രദേശത്ത് 2 ക്ഷേത്രങ്ങൾ പണിതതിൽ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും അനന്തൻ്റെ ചൈതന്യം അനന്തൻകാട് ക്ഷേത്രത്തിലേക്കും മാറപ്പെട്ടു. പത്മനാഭൻ്റെ വിഗ്രഹം കിഴക്കോട്ടും അനന്തൻ്റെ വിഗ്രഹം പടിഞ്ഞാറോട്ടുമായി സ്ഥിതി ചെയ്യുന്നു. പ്രധാനമായും 2 ഉത്സവങ്ങളാണ് ഇവിടെ നടത്താറ്. ആദ്യത്തേത് ഇടവമാസത്തിലെ സർപ്പബലി, നാഗമണ്ഡല പൂജ, നാഗറൂട്ടഭിഷേകം തുടങ്ങിയ ചടങ്ങുകളോടെ 7-ാം ദിവസം കളമെഴുത്തും പാട്ടിലും അവസാനിക്കുന്നു. കർക്കിടക മാസത്തിലെ നാഗപഞ്ചമി നാളിലാണ് 2ാമത്തെ ഉത്സവം നടക്കാറ്. അഷ്ടാഭിഷേകം, നവാഭിഷേകം, കളഭാഭിഷേകം, മഞ്ഞൾ കുങ്കുമാഭിഷേകം തുടങ്ങിയ ചടങ്ങുകളോടെ സർപ്പബലിയിൽ അവസാനിക്കുന്നു. സന്തതി സൗഭാഗ്യം നൽകിടേണം, സംഘർഷണാനിത്യം കാത്തിടേണം. ശ്രീനാഗരാജ വാഴ്ക വാഴ്ക, ശ്രീനാഗയക്ഷിയമ്മ വാഴ്ക വാഴ്ക. പുറ്റും മുട്ടയും കാഴ്ച വയ്ക്കാം, ഉപ്പും മഞ്ഞളും നേർച്ച വയ്ക്കാം. കമുകിൻ പൂമാലയിൽ ശോഭിച്ചിടും കമനീയ രൂപത്തെ കൈവണങ്ങാം.